ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരു യാത്ര പോയിരിക്കുമായിരുന്നു, ഒരു ട്രിപ്പ് പോയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വന്ന വഴിയിലും ഒക്കെ ആയിട്ട് ഞാൻ കുറേ എനിക്കൊന്ന് ഇന്നലൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. അശ്വതി ശ്രീകാന്ത് ഒരു ഇൻസ്റ്റയിൽ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീൽ ഇപ്പോൾ ഒട്ടുമുക്കാലും എല്ലാവരും തന്നെ കണ്ടിട്ട് കാണും, എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഞാൻ ആ റീല് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്, അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെന്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിൽ ഇന്നും ഈ മൊമെന്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയുന്നത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞു വിചാരിക്കുകയാണ്, ഇത് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഇതെങ്ങനെ ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കിയൊരു സമയമുണ്ട്. ആ മൊമെന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ അതിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു. ഐ ഫെൽറ്റ് റിയലി സാഡ്. ഒരു കുട്ടിയുടെ ഒരു മെൽഡൗണിൻ്റെ ഒരു പോയിന്റ്, അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റാണ്. അപ്പോൾ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം. ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് ഓർക്കണം. ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. അശ്വതി ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനും ഒരു പാരന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം. കാരണം നമ്മുടെ മക്കളുടെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ഒക്കെ എല്ലാവരും യൂട്യൂബിലും പലയിടത്തും അപ്ലോഡ് ചെയ്ത, ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഒക്കെ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, അതവരുടെ സന്തോഷകരമായ ടൈം അല്ല, ഏറ്റവും നല്ല മെമ്മറീസ് ഒക്കെയാണ്, അതൊക്കെ നല്ല കാര്യമാണ്. ഓക്കെ, ഫൈൻ, അത് കുഴപ്പമില്ല, ഞാനൊന്നും എതിര് പറയുന്നില്ല. ഞാനും പോസ്റ്റ് ചെയ്യാറുണ്ട്, ഞാനും മക്കളും കൂടെ നിൽക്കുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ്, അല്ല ഞങ്ങളുടെ ഫാമിലി ആയിട്ടിരിക്കുന്ന ചില ഫണ്ണിയസ്റ്റ് മൊമെന്റ്സ് ഞാൻ ചിലപ്പം ഷോർട്സിലോ അല്ല യൂട്യൂബ് അല്ല ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ ഇതിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറൊക്കെ ഉള്ളതാണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിയുമ്പോൾ ഒരു 95% അല്ല, ഇപ്പം നിങ്ങൾ നോക്കിക്കോണം, നല്ലൊരു യൂട്യൂബേഴ്സും ചിലർ യൂട്യൂബ് ചാനലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലവ് അഫെയർ ആയിരിക്കും. വീട്ടുകാർ സമ്മതിക്കുകയില്ല. അത് കഴിയുമ്പം അതിൽ നിന്ന് എന്താ പറയുക, ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആവുന്നു, കൊച്ചുണ്ടാകുന്നു, കൊച്ചിനെ വളർത്തുന്ന കാര്യം, കൊച്ചിൻ്റെ നെഗറ്റീവ് സൈഡാണെങ്കിലും പോസിറ്റീവ് സൈഡാണെങ്കിലും എല്ലാം വരുന്നുണ്ട്. ആൻഡ് ഇപ്പം നമുക്കത് അറിയില്ല. കുറച്ച് കാലം കൂടെ കൊച്ചിനെ കുളിപ്പിക്കുന്നു, തീറ്റുന്നു, കുളിപ്പിക്കുന്നു, കൊച്ച് കാറുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ പലരും ഈ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ, അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഒത്തിരിയേറെ കുട്ടികളെ അത് നെഗറ്റീവായിട്ട് വളരെയധികം രീതിയിൽ ബാധിക്കാറുമുണ്ട്. ഇതിനകത്ത് ഞാൻ മെയിനായിട്ടൊരു റീസൺ ഞാൻ പറയാമെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വെച്ച് ഒത്തിരി കാലം, ഒരു 2-3-4 മാസം മുമ്പാന്ന് തോന്നുന്നു, ഞാൻ ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിം ആണോ അത് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു. അപ്പം അത് ഒരു ഇതായിട്ട് പിടിച്ചിട്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി പോലെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ അമ്മ ഒരു യൂട്യൂബർ. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സർവ്വ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് പുള്ളിക്കാരിയുടെ കുഞ്ഞിനെ ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അത് പക്ഷേ പുള്ളിക്കാരി ഇതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത്, ഇതൊക്കെ ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. സോ നീ അതിനെപ്പറ്റി അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ആ അമ്മ ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട്. കൊച്ചിന് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കൊച്ചിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ കുട്ടിക്ക് സ്കൂളിലെ മാർക്ക് കുറഞ്ഞ സമയത്താണെങ്കിലും അതും എന്താ പറയുക, സോഷ്യൽ മീഡിയ വഴി ഇത് ചെയ്യുന്നു. കൊച്ച് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് മാർക്ക് കുറവാണല്ലേ, നീ ഇപ്പോൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള നാട്ടുകാരും അയലക്കത്തുള്ള വീടുകളിലും ഒക്കെ ചെല്ലുമ്പോഴുള്ള കുറേ ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര മെൻ്റലി ആ കൊച്ചിനെ അത് ബാധിക്കുന്നുണ്ട് ഭാവിയിൽ. അത് ഭയങ്കര ഡിപ്രഷനിലോട്ടോ അങ്ങനെയൊക്കെ ഒത്തിരി ഇതിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്.
എനിക്ക് തോന്നി ഞാൻ യൂട്യൂബിലാണ് അത് കണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അത് കിട്ടുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ആ വീഡിയോ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇപ്പം ഞാൻ പറയാം, കുഞ്ഞുങ്ങളെന്നല്ല, ഈവൻ നമ്മളാണെങ്കിൽ പോലും നമുക്കൊരു വിഷമമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുണ്ടായിട്ട് നമ്മുടെ അടുത്തോട്ട് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് അത് ഒത്തിരിയേറെ ആളുകളെ കണ്ടിട്ട് നമ്മൾ ആ ഒരു വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളോട് പലര് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. അത് നമുക്കറിയാം. അപ്പം കുഞ്ഞുങ്ങളാകുമ്പം അവരുടെ കുഞ്ഞു മനസ്സിന് അത് വല്ലാതെ വിഷമം ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഈ അശ്വതി പറഞ്ഞതുപോലെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും, പെട്ടെന്ന് ചിലപ്പോൾ കരയും, പെട്ടെന്ന് ചിലപ്പോൾ ചിരിക്കും. അവരുടെ ഒരു ഭാവങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ചില സമയത്ത്, അല്ലെ? അത് എന്താ പറയുക, ഒരു കൊച്ചു വളർന്നു വരുമ്പം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാം, എൻ്റെ മൂത്ത മോനിച്ചിരി ദേഷ്യമാണ്, എന്നാൽ ഇളയ മോനിച്ചിവിടെ കാമാണ്, അല്ലെങ്കിൽ അടുത്തയാളെ വേറൊരു രീതിയാണ്. അത് 3 പേരും 3 രീതിയാണ്, മനസ്സിലായി? ഇപ്പം ഒരാളെ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യുമ്പം എൻ്റെ അടുത്തേക്ക് ഒരു ശ്രദ്ധ വരാൻ വേണ്ടി ചിലപ്പോൾ ചുമ്മാ നിന്ന് കുഞ്ഞുങ്ങൾ കരയും. നമ്മളൊരു വീട്ടിൽ നമ്മളൊരു അമ്മയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ കരയുന്നു, എന്തൊക്കെ. അവർക്കൊരു ഇച്ചിരി കൊടുത്ത് ഇപ്പം നമ്മൾ ഇളയ ആളെ ഇച്ചിരി പാമ്പർ ചെയ്യുമ്പോൾ മൂത്ത ആളുകൾ കരയും. എന്തിനാണെന്നറിയോ? നമ്മുടെ ശ്രദ്ധ അവിടെ ചെന്നിട്ട് അവരെ ഒന്നുകൂടെ പാമ്പർ ചെയ്യണം. അപ്പോൾ ഇയാളെ എടുക്കുന്നതോടെ ഇയാളെയും കൂടെ ഒന്നുകൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വിഷയം തീർന്നു, കരച്ചിൽ തീർന്നു, പ്രശ്നം തീർന്നു. അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു വേൾഡാണ്. പക്ഷെ അത് മറ്റുള്ളവരിലെ അടുത്തേക്ക് എത്തിയിട്ട് അത് മറ്റുള്ളവർ ഇച്ചിരിയൂടെ ആയിക്കഴിയുമ്പം ആ കുഞ്ഞിനോട് ചോദിക്കുമ്പം ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം അത് വളരെ വലുതാണ്. അത് അശ്വതി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് കറക്റ്റാണ്. അതിനെ ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയില്ല. പിന്നെ ഈ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് പല രീതിയിലും ഞാൻ കേട്ടിരുന്നു. ഇന്നിപ്പം അശ്വതി ശ്രീകാന്ത് ഇതിന് റിയാക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ യൂട്യൂബിൽ പുള്ളിക്കാരിയുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കാം. ആയിട്ടുള്ള മൊമെന്റ്, അവരുടെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു സമയത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മളിത് പുറം ലോകത്തെ കാണിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് പുറത്ത് വന്നിട്ടുള്ള ഒരു സമയത്ത് അവരത് റിയലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ പലപ്പോഴും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പേരൻസ് നാട്ടുകാരോട് ഷെയർ ചെയ്തോ എന്നുള്ള കാര്യം വരുമ്പോൾ കുട്ടി ചിലപ്പോൾ ഒരു ബിട്രയൽ ഫീൽ ചെയ്യും, ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഫീൽ ചെയ്യും. നമ്മളോട് വന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇമ്മീഡിയറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഒരു ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലി ഇത്തരം ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ അത്തരത്തിലുള്ള മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് എന്നുള്ളത് ഞാനത് ആ വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ട് കഴിയുമ്പോൾ പലരോട് പറഞ്ഞു, ഞാൻ എല്ലാം കൂടെ കൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് അന്ന് ഫേസ്ബുക്കിലുള്ളത്. അവർക്കിടയിലേക്കാണ് ഇത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് മോളോട് പിന്നെ എല്ലാവരും വന്ന് ചോദിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പറച്ചിലുകൾ കുട്ടിക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. ഇതെങ്ങനെയാണ് ചുറ്റുള്ളവർ അറിയുന്നത് എന്നുള്ള കാര്യം. ദെൻ ഐ ഹാഡ് ടു അഡ്മിറ്റ്. അതും രസം എന്ന് വെച്ചാൽ ഇവിടെ എന്നോട് ആദ്യം പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു, കുഞ്ഞിന് ഇതിന് ഇങ്ങനത്തെ ഒരു വശം അവൾ എടുക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മക്കൾക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിലപ്പം വെറും നിസ്സാരം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളിരുന്ന കാര്യങ്ങൾ. ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ വീഡിയോ പിടിക്കാനും അതുമായിട്ട് നമ്മൾ എന്താ പറയുക, അതിനെ അത് വെച്ചൊരു ഇൻകം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം അത് ചിലപ്പം ഭാവിയിൽ നമ്മുടെ കുഞ്ഞിന് ദോഷമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളുടെ വീഡിയോസ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുക എല്ലാവരും. പറഞ്ഞല്ലോ, ഞാൻ ഈവൻ ഒരു സിംഗിൾ വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കുറവച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ കുട്ടികളുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എന്നുള്ളൊരു ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, കൊച്ചിൻ്റെ ഒരു നല്ല ഫോട്ടോ എടുത്ത് നമ്മൾ യൂട്യൂബിൽ ഇട്ടു, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പലരും റീൽസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ, പിറ്റേ ദിവസം തുടങ്ങും കൊച്ചിന് തുമ്മൽ, ജലദോഷം, അല്ലെങ്കിൽ ആശുപത്രിവാസം. ഇത് സ്ഥിരം ഇടപാടുകളാണ്. ആരെങ്കിലും എന്നിട്ട് കമൻറ്റ് പറഞ്ഞു. പിന്നെ പലരും പറയാറുണ്ടെന്നല്ല, അതൊരു 90% സത്യം. ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇടാറുള്ള ഒരാളാണ്. വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടേണ്ട പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇവിടെ പനി തുടങ്ങി ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് മരുന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒന്നെങ്കിൽ പനി വരും, അല്ലെങ്കിൽ ചുമ വരും, അല്ലെങ്കിൽ ജലദോഷം വരും, എന്തെങ്കിലും അസ്വസ്ഥതകൾ വരും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറവാണ്. ഞാൻ ഇങ്ങനെ പിള്ളേരുടെ ഫോട്ടോസ് ഒരിടത്തും ഞാൻ പബ്ലിഷ് ചെയ്യാറില്ല. ഇവിടെ
റയറായിട്ടേ വല്ലയിടത്തും ഇട്ടാലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് നല്ല രീതിയിൽ വരാൻ. ഇനി അതുപോലെ പിള്ളേരുടെ നെഗറ്റീവ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഒരിക്കലും പബ്ലിക് ആക്കരുത്. കാരണം അത് ഇപ്പം ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവർക്കത് അറിയില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പം ഈ ഒരു കാര്യത്തെ പറ്റി മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകും. എടി ചിലപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കരച്ചിലോ ബഹളോ വെച്ച ഒരാളായിരിക്കും. കൊച്ചു കരയുന്നത് നമ്മൾ എടുത്തിട്ടു, ഓ നിന്റെ ചെറുപ്പത്തിൽ നീ എന്നോ കാർച്ചയായിരുന്നു, നിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 9 അല്ല 10 വയസ്സാകുമ്പം കൊച്ചിനോട് ഒരാൾ പറയുക, അല്ലെങ്കിൽ നിന്റെ പാരൻസ് കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ നിന്റെ കരച്ചിൽ കാരണം എന്നൊക്കെ കുട്ടികളോട് പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര അത് നെഗറ്റീവ്ലി അവരെ അത് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. ചിലപ്പോൾ ചില കുട്ടികൾക്കുണ്ടാവും ഭയങ്കര ദേഷ്യം, അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ പിള്ളേരുടെ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുന്നതാണ്. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള വേ. അതുപോലെ ഞാൻ ഈ വീഡിയോ എൻ്റർലി കണ്ട ഒരാളാണ്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും വെച്ച് പുള്ളിക്കാരി പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പുള്ളിക്കാരി എവിടെയോ ഒരു റീല് കണ്ടു, ആ കണ്ട് ആരാന്ന് പോലും പുള്ളിക്കാരി പോയിന്റ് ഔട്ട് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ ഒരു റീല് കണ്ടു, അപ്പം അത് കണ്ടപ്പം എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തു. അതാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനൊരാളെ പറ്റി ഒരു വീഡിയോ കണ്ടു, അതിപ്പം ഞാൻ പറയാം, ഒരു കുഞ്ഞിനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തോ ഒരു ഇത് വരുന്ന രീതിക്ക് നമ്മൾ കണ്ടു. ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മളൊരു പാരൻ്റ് ആണ്, അപ്പം നമുക്ക് തോന്നി ആ ചെയ്തതൊരു നെഗറ്റീവ് സൈഡ്. സോ ആളെ നമ്മൾ പറയുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് കണ്ടു. അത് ഒരാളല്ല, അത് പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പല നമ്മളിപ്പോൾ പറയാം, നമ്മളൊരു കാര്യം കണ്ടിട്ട് ഇന്നയാൾ മാത്രമാണ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പലരും ഇതുപോലത്തെ വീഡിയോസ് സെയിം രീതിക്കുള്ള വീഡിയോസ് ഇഷ്ടം പോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആരാന്ന് നമുക്കറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ ആളുകൾ ഇത് ഡയറക്റ്റ്ലി പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ എന്താ ഒരു കുത്തു കൊടുക്കുന്ന രീതിയിൽ, ഒരു കൊള്ളിക്കുന്ന രീതിയിൽ അവർ ഒത്തിരിയേറെ പേര് വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ ഇവരെ ഉദ്ദേശ രീതിക്കുള്ളൊരു റിയാക്ഷൻസ് ഒന്നും ഇതിന് വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. വീണ്ടും വലിയ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും ഇതിനെപ്പറ്റി നടന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയതാണ്. ബട്ട് ഞാൻ ആ വീഡിയോസ് രണ്ടും ഞാൻ കണ്ടിരുന്നു. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് അശ്വതി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം കുട്ടികളെ പറ്റിയാണ്. അത് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യം അത്രയ്ക്കും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എല്ലാവരും റിയാക്ട് ചെയ്യും. കാരണം പല ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും പല ആളുകളാണെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പം അവരുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ ഇതുപോലെ കരയുക ബഹളം വയ്ക്കുകയൊക്കെ ഉള്ള ടൈമുകളിൽ അത് പബ്ലിഷ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ. പക്ഷെ അത് ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് ദോഷമായിട്ട് ഭവിക്കും. അതെല്ലാ പേരൻസും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്.